ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ആണ്. അതിന് വേണ്ട സാധനങ്ങൾ എഗ്ഷെൽ, ഗ്രീൻ കളേഴ്സ്, പേപ്പർ സ്റ്റിക്ക്, ഗ്രീൻ പേപ്പർ, കത്രിക, പശ. ആദ്യം ഈ എഗ്ഷെൽ ഒന്ന് ഗ്രീൻ കളർ വെച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രീൻ കളർ പെൻസിലിന് പകരം പെയിൻറ് ഉപയോഗിക്കാം. പക്ഷേ പെയിൻറ്റിനേക്കാളും കൂടുതലൊരു പെർഫെക്ഷൻ കിട്ടുന്നത് സ്കെച്ച് പെൻസിൽ വെച്ച് ചെയ്യുമ്പോഴാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് വെച്ച് ചെയ്യാം. ഈ രീതിയിൽ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഈ എഗ്ഷെല്ല് മുഴുവനായി ഒന്ന് കളർ ചെയ്തെടുക്കാം. ഈ രീതിയിൽ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പേപ്പർ സ്റ്റിക്ക് ഒന്ന് ഗ്രീൻ പേപ്പർ വെച്ച് കവർ ചെയ്തതാണ്. ഈ പേപ്പർ സ്റ്റിക്കിൻ്റെ രണ്ട് സൈഡിലെയും തിക്നെസ് രണ്ട് രീതിയിലാണ്, ഒന്ന് കുറഞ്ഞിട്ടാണ്. ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. ഇതൊന്ന് ഈ തിക്നെസ് കുറഞ്ഞ ഭാഗം നമുക്കൊന്ന് വളച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വളച്ചെടുക്കുക. ഇനി ഈ എഗ് ഷെല്ലിലോട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പറിന് പകരം ന്യൂസ് പേപ്പറോ വൈറ്റ് പേപ്പറോ എന്ത് വേണേലും ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പേപ്പർ സ്റ്റിക്ക് അതിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ ചെയ്യാം. ഇനി ഈ പേപ്പർ സ്റ്റിക്കിൽ നമുക്ക് പശ തേച്ച് ആ ടിഷ്യൂ പേപ്പറിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഗ്രീൻ പേപ്പറിൻ്റെ 2 പീസ് എടുക്കുക. ഇതിൻ്റെ സൈസ് നിങ്ങൾ എടുക്കുന്ന എഗ് ഷെല്ലിനനുസരിച്ചിരിക്കും. ഇത് 4ആയിട്ടൊന്ന് മടക്കുക. പിന്നെ ഒന്ന് മടക്കി ഒന്ന് റൗണ്ട് ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ ഈ 4 കോർണർ നമുക്കൊന്ന് കയറ്റി കട്ട് ചെയ്യാം. ഈ രീതിയിലൊന്ന് കയറ്റാം. ഇനി ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒന്ന് എടുത്ത് ഇതിൻ്റെ സൈഡ് ഒന്നും കൂടി ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തൊരു ഹോൾ ഉണ്ടാക്കാം. ഈ രീതിയിൽ കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് എഗ് ഷെല്ലിലോട്ട് പശ തേച്ച് ഈ ഗ്രീൻ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഈ പശയുടെ കട്ടി ഒന്ന് കുറച്ച ശേഷം ഗ്രീൻ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഈ രീതിയിൽ ഗ്രീൻ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ രീതിയിൽ ഒന്ന് ഒട്ടിക്കാം. ഇനി ഈ ഒട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഒന്ന് പശ തേച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 4 ഇതൾ വെച്ച പോലെയാണ് കിട്ടുന്നത്. ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്ത പീസ് എടുത്ത് ഇത് 4ആയി മടക്കി ഇതിൻ്റെ സൈസ് ഒന്ന്
കുറച്ച് കൊടുക്കാം. ഇതിൻ്റെയും സൈഡ് ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. ഈ നമ്മൾ ആദ്യം ഒട്ടിച്ച ഗ്രീൻ പേപ്പറിൻ്റെ കീറിയ ഭാഗത്ത് വേണം അടുത്ത ഗ്രീൻ പേപ്പർ ഇതുള്ള പോലെ വരാൻ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചാൽ നമുക്കത് കറക്റ്റ് കിട്ടും. അതിന് വേണ്ടി ഇത് 4 പീസാക്കിയ ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് 4 ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യണം. അതിനു വേണ്ടി ഈ ഒരു പീസ് എടുത്ത് ഇത് രണ്ടായി മടക്കി ഒന്ന് റൗണ്ട് ഷേപ്പ് ചെയ്യാം. നമുക്ക് ആ ഓപ്പൺ ആയ ഭാഗം ഒന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിൽ 2 ഹോൾ ഇടുക. ചെറിയ ഹോൾ മതി. ഇനി ഈ ഹോള് പേപ്പർ സ്റ്റിക്കിലൂടെ ഇട്ട് നമുക്ക് ഈ എഗ് ഷെല്ലിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. തിക്നെസ് കൂടിയ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കയറുന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഓപ്പണായ ഭാഗം മുഴുവൻ കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പശ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി പേപ്പർ സ്റ്റിക്കിൻ്റെ തിക്നെസ് കൂടിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കാം. ഇനി ആ ഭാഗം ഒന്ന് ഗ്രീൻ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് കവർ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഡാർക്ക് ഗ്രീൻ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനിയും പുതിയ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.